ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു മിൽക്ക് ഷേക്കാണ്. മധുരക്കിഴങ്ങ് കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ്, ചക്കരക്കിഴങ്ങ് എന്നെല്ലാം ഇതിന് പറയാറുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മധുരക്കിഴങ്ങിൽ വളരെയധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഷുഗർ പേഷ്യൻസിന് വരെ ഒരു പരിധി വരെ കഴിക്കാവുന്നതാണ് ഇത്. ഞാൻ ഹസീന നസർ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഈ നോമ്പ് കാലത്തും ചൂടിനുമെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു മിൽക്ക് ഷേക്കാണ് ഇത്. ഇതിനായിട്ട് 2 ക്യാരറ്റും 3 മധുരക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ക്യാരറ്റ് ചേർക്കണ്ടെങ്കിൽ മധുരക്കിഴങ്ങ് മാത്രമായിട്ടും ഇങ്ങനെ തയ്യാറാക്കാവുന്നതാണ്. ഞാൻ എടുത്തിരിക്കുന്ന മധുരക്കിഴങ്ങ് വയലറ്റ് കളറിലെയല്ല, വെള്ള കളറിലെയാണ്. രണ്ടിൻ്റെയും ഗുണങ്ങളും രുചിയുമെല്ലാം ഒരുപോലെയാണ്. ഇനി മധുരക്കിഴങ്ങിൻ്റെയും ക്യാരറ്റിൻ്റെയും തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയെടുക്കാം. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കഷ്ണങ്ങളാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കഷ്ണങ്ങൾ വെന്ത് കിട്ടാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കുന്നത് പോലൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ഇത് വെന്ത് കിട്ടിക്കൊള്ളും. സ്റ്റൗവിൽ വെച്ച് ഒരു വിസിലടിച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എയറെല്ലാം പോയി ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിൽ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ഇത് കളയണ്ട. ഇത് നമുക്ക് ജ്യൂസ് അടിക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ജ്യൂസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ബാക്കി വന്ന വെള്ളം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. 1/2 ലിറ്റർ പാലിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 4 ഏലക്കായുടെ കുരുവാണ് ചേർത്ത് കൊടുക്കുന്നത്. തോട് കളഞ്ഞതിന് ശേഷം കുരു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് മിക്സിയിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. കട്ടകളൊന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെള്ളമോ പാലോ ഒന്നും തന്നെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ചൂട് സമയത്തും നോമ്പ് തുറക്കുമെല്ലാം പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള മിൽക്ക് ഷേക്കാണ് ഇത്. മധുരക്കിഴങ്ങിലും ക്യാരറ്റിലും വളരെയധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടല്ലോ. ഈ ചൂട് സമയത്ത് ഇതുപോലൊരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കുടിച്ചാൽ നമ്മുടെ ക്ഷീണമെല്ലാം പമ്പ കിടക്കും. നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മിൽക്ക് ഷേക്കിൻ്റെ പുറത്തോട്ട് കുറച്ച് പിസ്ത ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്ന് ഒട്ടും തന്നെ നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. വളരെയധികം ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ മിൽക്ക് ഷേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മധുരക്കിഴങ്ങ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. Thanks for watching.